ഗവർണറായി ചുമതലയേറ്റെടുത്ത സമയത്ത് താൻ സർക്കാരുമായി ഏറ്റുമുട്ടലില്ല എന്നും സർക്കാരിനെ സഹായിക്കാനാണ് വന്നത് എന്നുമാണ് രാജേന്ദ്ര ആർലേക്കർ നയം വ്യക്തമാക്കിയിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തെ പരസ്യപ്പോര് ഒഴിവാക്കിയെങ്കിലും ആർലേക്കർ വന്നതോടെ സർക്കാർ ഗവർണർ യുദ്ധം പ്രത്യയശാസ്ത്ര തലത്തിലായി. കടുത്ത RSS കേഡറായ ആർലേക്കർ ആദ്യം പോർമുഖം തുറന്നത് ഭാരതാംബ വിഷയത്തിലാണെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. സർക്കാർ ലോക്ഭവൻ സംഘർഷം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തേക്കാളും കടുത്തു. സർവകലാശാലകൾ സംഘർഷഭരിതമായി. പ്രസ്താവനകളിൽ തീപ്പൊരി പാറി. ഇരുമ്പിലുരഞ്ഞു, ചുറ്റിലും ഇടിമിന്നലുകൾ ഉയർന്നു എന്ന മട്ടിലായി സംഘർഷം. പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ച് മുഖ്യമന്ത്രിയും ഗവർണറും VC നിയമനത്തിൽ സമവായത്തിലെത്തിയതിലാണ് പ്രതിപക്ഷം അസ്വാഭാവികത ഇപ്പോൾ ആരോപിക്കുന്നത്. ആ ആരോപണം അത്ര വേഗം അവഗണിക്കാവതല്ല. ഒത്തുകളി ആരോപണത്തെ മറികടക്കണമെങ്കിൽ അതിന് തക്കതായ വിശദീകരണം സർക്കാർ നൽകണം. ഗവർണർമാരെ ഉപയോഗിച്ച് BJP-യേതര സർക്കാരുകളെ യൂണിയൻ സർക്കാർ സമാനതകളില്ലാത്ത വിധം ഞെരുക്കുമ്പോൾ സർവതന്ത്ര സ്വതന്ത്രരായി ഒരു ഫെഡറൽ സംസ്ഥാനത്തിനും സമകാലിക ഇന്ത്യയിൽ നിലനിൽക്കാനാകില്ല എന്ന് ജനത്തിനറിയാം. പക്ഷേ ഈ സമവായം എങ്ങനെ എന്ന് സർക്കാർ വിശദീകരിക്കുക തന്നെ വേണം.